ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു കേക്ക് ഡെക്കറേഷനാണ്. ഇത് ഫ്രോസൺ എൽസ തീം കേക്കാണ്. ഇതിൽ എൽസയുടെ ഡ്രസ്സ് ഞാൻ ഫോണ്ടൻറ്റ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ കേക്ക് ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. ഇത് ലാസ്റ്റ് എന്നിട്ട് ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിങ്ങനെ ചെയ്യുന്നത് നമ്മൾക്ക് കൊണ്ടുപോകാൻ എളുപ്പത്തിനാണ്. 10 ഇഞ്ചിൻ്റെ 3 വാനില കേക്കാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 3 വാനില കേക്ക് വെച്ച് കൊമ്പ് കുത്തി അതിലാണ് ഞാൻ ഡോള് നിർത്തിയിരിക്കുന്നത്. ഇങ്ങനെ ചെയ്യുവാനും ഡെക്കറേറ്റ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ്. ഡോളെ റൗണ്ട് ചെയ്യാനുള്ള കേക്ക് നമുക്ക് പൊടിച്ചെടുക്കാം. 1.5 കപ്പിന് 1/4 കപ്പ് എന്ന കണക്കിന് നമുക്ക് വിപ്പിംഗ് ക്രീം ചേർക്കാം. ഇത് ഏകദേശം 3 കപ്പോളമുണ്ട്. 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. ഇതിന് നല്ല ചപ്പാത്തി കുഴയ്ക്കുന്ന പോലെ നന്നായിട്ട് കുഴച്ചെടുക്കാം. ഈ സെയിം മിക്സിൽ തന്നെയാണ് ഞാൻ കേക്ക് പപ്പ് ഉണ്ടാക്കാറ്. ഇതിന് നമുക്ക് ഡോളയിലേക്ക് റൗണ്ട് ചെയ്ത് നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. ഇത് ഫോണ്ടന്റ് വെച്ച് വേണമെങ്കിലും ചെയ്യാം. ഇതിങ്ങനെ ചെയ്യുന്നതിന് പകരം ഡ്രസ്സിൻ്റെ ലെയർ കൂട്ടിയാലും മതി. ഇത് ഡ്രസ്സിൻ്റെ ലെയർ കുറയ്ക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഫോണ്ടൻ്റ് എടുക്കാം. ആദ്യം ഞാൻ കേക്ക് ബോർഡ് വൈറ്റ് ഫോണ്ടൻ്റ് കൊണ്ട് കവർ ചെയ്യുവാണ്. ഇനി നമുക്ക് ഡ്രസ്സിന് വേണ്ടിയുള്ള ഫോണ്ടൻ്റ് റെഡിയാക്കാം. ഞാനിവിടെ കളറിന് വേണ്ടി സ്കൈ ബ്ലൂ കളറാണ് യൂസ് ചെയ്യുന്നത്. തീരെ കുറച്ച് മതി. കളർ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഡാർക്ക് ബ്ലൂ ആയി പോവും. ഡ്രസ്സിന് വേണ്ടിയുള്ള ഫോണ്ടൻ്റ് നമുക്ക് ഉരുട്ടി പരത്തി ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഈ ഫോണ്ടൻ്റ് കടയിലോ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ആമസോണിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും. ഇത് നമുക്ക് വീട്ടിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. പക്ഷേ ഇത് ഉണ്ടാക്കാനായിട്ട് ഒത്തിരി ഇൻഗ്രീഡിയൻസ് വേണം. ഫോണ്ടൻറ്റിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഷുഗർ പൗഡറാണ്. അതുകൊണ്ട് ഇതിന് ഭയങ്കര മധുരമാണ്. ഇത് നമുക്ക് ഒത്തിരി ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഡെക്കറേറ്റ് ചെയ്യാൻ ഏറ്റവും നല്ലത് ഫോണ്ടൻ്റാണ്. ചെറിയ പീസുകളായിട്ട് മുറിച്ചിട്ട് ഇതിൻ്റെ അറ്റം നന്നായിട്ട് നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ ഒരു നാച്ചുറൽ ലുക്ക് കിട്ടും. നമുക്ക് ഇതേ രീതിയിൽ തന്നെ കുറച്ച് പീസുകളും കൂടി ഉണ്ടാക്കി വെക്കാം. നമുക്കിനി റെഡിയാക്കി വെച്ചിരിക്കുന്ന ഷീറ്റുകൾ ജോയിൻ ചെയ്യാം. ഞാനിവിടെ ഏകദേശം 2 ലെയറോളം ഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ഞാൻ എപ്പോഴും കേക്ക് ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ ഒരു തീം മനസ്സിലുണ്ടാവും. പിന്നെ ഒരു റഫായിട്ടുള്ള ഒരു ഡിസൈനുമേ ഉണ്ടാവുള്ളൂ. പിന്നെ ബാക്കിയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് ഞാൻ ചെയ്യാറ്. ഈ അവസാനത്തെ ലേസ് കുറച്ച് ചെറിയ മിസ്റ്റേക്കുകളൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. പക്ഷേ ആ ലേസ് പീസ് കൊണ്ട് ഭംഗി കൂടിയതേ ഉള്ളൂ.
ഇത് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് മോൾഡ് വെച്ച് നമുക്ക് കുറച്ച് സ്നോ ഫ്ലേക്സ് ഉണ്ടാക്കാം. ഈ മോൾഡുകൾ ആമസോൺ വെബ്സൈറ്റിൽ നമുക്ക് മേടിക്കാൻ കിട്ടും. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇതിൻ്റെ ഭംഗി കൂട്ടാനായിട്ട് ഞാൻ കുറച്ച് ഷുഗർ പേളുകളും കൂടി വെക്കുവാണ്. എൽസ ഡോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കേക്ക് ഡെക്കറേറ്റ് ചെയ്യാം. 10 ഇഞ്ചിൻ്റെ 3 കേക്കാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് കട്ട് ചെയ്യാം. ഇവിടെ ഞാനൊരു കേക്ക് 3ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. അതിലേറ്റവും മുകളിലത്തെ കേക്ക് നമുക്ക് കേക്ക് പപ്പ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യാം. ഒരു കേക്കിൽ നിന്ന് 2 ലെയർ കേക്ക് കിട്ടും. മൊത്തം 6 ലെയറിൻ്റെ കേക്കാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഈ കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 30-35 പേർക്ക് കഴിക്കാനുള്ള കേക്കുണ്ട്. വാനില കേക്കിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കേക്ക് കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഫ്രിഡ്ജ് വെച്ചിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ പൊടിയാതെ കിട്ടും. ഇനി നമുക്ക് ലെയർ ചെയ്യാനുള്ള വിപ്പിംഗ് ക്രീം റെഡിയാക്കാം. ഒരു മിക്സിംഗ് ബൗളിൽ ഹെവി വിപ്പിംഗ് ക്രീമും വാനില എക്സ്ട്രാക്റ്റും ഷുഗർ പൗഡറും കൂടി ചേർത്ത് മീഡിയം സ്പീഡിൽ ഒരു 5 മിനിറ്റ്സ് നമുക്ക് മിക്സ് ചെയ്യാം. ഇതൊരിക്കലും സ്പീഡ് കൂട്ടി ചെയ്യരുത്. ഓവർ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് മാറും. അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ഇത് ചെയ്യാനായിട്ട്. ഞാനിവിടെ 1 കപ്പ് വിപ്പിംഗ് ക്രീമിന് 3 ടേബിൾ സ്പൂൺ ഷുഗർ പൗഡറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഞാനിവിടെ കേക്ക് സോഫ്റ്റ് ആക്കാനായിട്ട് ഇതിൽ ചേർത്തിരിക്കുന്നത് കണ്ടൻസ് മിൽക്കാണ്. ഇതിന് പകരം നമുക്ക് കോഫി ആണെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് വേണേലും നമുക്ക് യൂസ് ചെയ്യാം. ഇത് കേക്കിന് ടേസ്റ്റ് കൂട്ടാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. ഇതൊരു കാരണവശാലും മിസ് ചെയ്യരുത്. സിറപ്പ് ഒഴിച്ചതിന് ശേഷം നമുക്ക് വിപ്പിംഗ് ക്രീം വെച്ച് ലെയർ ചെയ്യാം. ഇതേ രീതിയിൽ നമുക്ക് 6 ലെയറും ചെയ്യാം. കേക്ക് ഫുള്ള് ഒരു ലെയർ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കാം. ചീസും ജെലാറ്റിനൊന്നും ചേർക്കാത്ത വിപ്പിംഗ് ക്രീം ആയതുകൊണ്ട് ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് കൂടുതൽ സമയം എടുക്കും. മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി വരും. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ ചെയ്യാം. ഇതും ഇതുപോലെ ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 6 മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കണം. സെക്കൻഡ് ലെയർ ഫ്രിഡ്ജ് വെച്ച് 6 മണിക്കൂർ സെറ്റാക്കിയിട്ടുണ്ട്. നമുക്കിനി തേർഡ് ലെയർ ചെയ്യാം. ലാസ്റ്റ് ലെയറിലെ ഏറ്റവും അവസാനം സൈഡിൽ കളർ കിട്ടാൻ വേണ്ടി ഞാൻ ചെറുതായിട്ട് വിപ്പിംഗ് ക്രീമിൽ ബ്ലൂ കളറും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് സെറ്റ് ആകാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെക്കാം. കേക്ക് സെറ്റായി കഴിയുമ്പോൾ നമുക്ക് കേക്ക് ബോർഡ് കവർ ചെയ്ത് കുറച്ച് സ്നോ ഫ്ലേക്സും കൂടി വെച്ചിട്ട് നമുക്ക് കേക്ക് റെഡിയാക്കാം. ഇത് ഡോളും കേക്കും 2 പീസായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് ലാസ്റ്റ് ഡോള് കേക്കിലേക്ക് അറ്റാച്ച് ചെയ്തത് ടിക്കൊക്കെ ചെയ്യുന്ന സ്റ്റിക്ക് വെച്ചാണ്. ഏറ്റവും ലാസ്റ്റ് ബർത്ത്ഡേ ഗേളുടെ വീട്ടിൽ ചെന്നിട്ടാണ് ചെയ്തത്. ഇതുപോലെയുള്ള കൂടുതൽ ബർത്ത്ഡേ കേക്കുകളുടെ വീഡിയോസ് താമസിയാതെ അപ്ലോഡ് ചെയ്യുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ കിട്ടും. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം ഷീന.